ബഹുമാനിക്കുന്ന ശ്രീ ജയകുമാർ സാർ, ശ്രീ ഹർലാൽ സാർ, എന്നോടൊപ്പം റിട്ടയർ ചെയ്യുന്ന എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, ഈ കോളേജിലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും, അവരുടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ആദ്യം ഞാനൊരു ശ്രീ ഷൈമോൾ മാഡത്തിന് ഞാനൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തിൽ സത്യസന്ധതയ്ക്കൊന്നും വിലയില്ലാത്ത ഒരു സാഹചര്യമാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട രീതിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ കൂടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു സഹപ്രവർത്തകൻ നല്ലൊരു കാര്യം ചെയ്തു, അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സാബ് ലബ് സെക്രട്ടറിയോട് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്തു. വളരെ വേഗത്തിൽ തന്നെ ഞാനൊരു പരിഹാരമുണ്ടാക്കി ഷൈമോൾ മാഡത്തിനെ നമുക്ക് നമ്മുടെ വേദിയിൽ വെച്ചൊന്ന് ആദരിച്ചു. വളരെയേറെ സന്തോഷം, നന്ദി. പിന്നെ എൻ്റെ സർവീസ് ജീവിതം 27 വർഷം കഴിഞ്ഞു. പാലക്കാട് ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്ന് 97 ആരംഭിച്ച കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്, തൃശ്ശൂർ ടെക്നിക്കൽ സ്കൂൾ, അങ്ങനെ കറങ്ങി. ഇടുക്കി, കോട്ടയം, കായംകുളം, അങ്ങനെ കറങ്ങി ഞാൻ 2018 ഞാനിവിടെ എത്തിച്ചേർന്നത്. ഏകദേശം ഒരു 4 വർഷത്തെ സർവീസ് മാത്രമാണ് ഈ ചേർത്തല പോളിടെക്നിക്കിൽ എനിക്കുള്ളത്. അതിലൊരു 1.5 വർഷത്തോളം കോവിഡ് കൊണ്ടുപോയി. എങ്കിലും എന്നാൽ കഴിയുന്ന വിധത്തിലൊക്കെ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ മുതലുള്ളവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് അവരിലേക്ക് ഞാൻ അറിയാതെ തന്നെ ഇഴുകിച്ചേരുകയായിരുന്നു. എന്നാൽ കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ സർവീസ് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായതും എന്നും ഓർമ്മയിൽ നിൽക്കുന്നതുമായ കുറേയേറെ നിമിഷങ്ങൾ ഈ ചേർത്തല പോളിടെക്നിക്കിൽ നിന്ന് എനിക്ക് ലഭിച്ചു. അതിലേറ്റവും ഒരു പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്, എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ പോലും ഇവിടെ നിന്നുള്ള എൻ്റെ പ്രിയ സഹപ്രവർത്തകരിൽ നേരിട്ടും ഒന്നുമൊക്കെ എന്നെ ആശ്വസിപ്പിച്ച ആ നിമിഷങ്ങളൊക്കെ മറക്കാനാവില്ല. എന്നും എൻ്റെ ഹൃദയത്തിൽ ആ സ്നേഹമുണ്ടാവും. പിന്നെ ഇവിടെ എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ ചില രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ ഇന്നുവരെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഇനിയിപ്പോ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ എല്ലാവരും പറഞ്ഞതുകൊണ്ട് അതിന്റെ മുഴുവൻ കാര്യങ്ങളും തന്നെ അങ്ങ് പറഞ്ഞേക്കാമെന്ന് ഞാൻ കരുതുകയാണ്. അല്പം സഹിച്ച് ക്ഷമിച്ചൊക്കെ ഇരിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പൊ എൻ്റെ 19ാമത്തെ വയസ്സിൽ 1988 ഒരു പബ്ലിക് റിക്രൂട്ട്മെന്റിലൂടെയാണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ കോൺസ്റ്റബിൾ ഫിറ്റർ എന്നൊരു തസ്തികയിലേക്ക് എനിക്ക് ജോലി ലഭിക്കുന്നത്. മെക്കാനിക്കായിട്ടായിരുന്നു. കോൺസ്റ്റബിൾ ഫിറ്റർ എന്നാണ് ഡെസിഗ്നേഷൻ. അപ്പൊ ആ ജോലിയിൽ പ്രവേശിച്ചു. എന്തോ എനിക്ക് കേരളം വിട്ട് ജോലിക്ക് പോകുന്നതോട് അന്ന് മുതലേ എന്തോ യാദൃച്ഛികമായി ചെറിയ പ്രായത്തിൽ കിട്ടിയ ജോലി, അതിൻ്റെ ഒരു സീരിയസ്നെസ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ജോലി കേരളം വിട്ട് പോകുന്നതൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു ആയിട്ട് എനിക്ക് തോന്നി. എങ്കിലും ബാംഗ്ലൂർ ആയിരുന്നു, ചെന്നൈ ആയിരുന്നു, ഡൽഹി, മധ്യപ്രദേശൊക്കെ ആയിരുന്നുകൊണ്ടൊക്കെ ഇങ്ങനെ കറങ്ങി പോയിക്കൊണ്ടിരുന്നു. 4 വർഷം, 3 വർഷം 8 മാസവും 13 ദിവസവും അങ്ങനെ ആ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ലീവ് കഴിഞ്ഞൊക്കെ വീട്ടിൽ നിന്ന് പോകുന്നതൊക്കെ വളരെയേറെ വിഷമത്തോടെ ആയിരുന്നു. എനിക്ക് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ തന്നെ ഈ പറഞ്ഞ പോലെ കേരളം വിട്ട് ട്രെയിനങ്ങ് നീങ്ങി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു. എങ്കിലും ഇങ്ങനെ ഒരു ജോലി കിട്ടുവാനുള്ളൊരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് ഞാനതെങ്ങനെ വീട്ടിലുള്ളവരുടെയൊക്കെ സപ്പോർട്ടോ അവരുമൊക്കെ ഇങ്ങനെ എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തുടരണമെന്നുള്ള രീതിയിൽ അവരും പറഞ്ഞു. പക്ഷെ അവസാന നിമിഷമായപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ശരി എന്നാൽ നീ അതിൽ നിന്ന് പോരുക എന്ന് തന്നെ എനിക്ക് അവരുടെ അനുവാദം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ എൻ്റെ പ്രോപ്പർ ചാനലിലാണ് റിസൈൻ ചെയ്ത് 92 ഞാൻ നാട്ടിലെത്തി. ഒരേ ദിവസം കൊണ്ടുപോയി വീടുകളിൽ കൊണ്ടുപോയി നമുക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് 31 എന്നുള്ളത് ഒഴിവാക്കി ഞാൻ അതിന് മുന്നിലുള്ള ഒരു 25-ന് ശേഷമുള്ള ഏതെങ്കിലും ഒരു ദിവസം എൻ്റെ ഈ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ സഹപ്രവർത്തകരെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
ആ ഡേറ്റും സമയവും ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൂടെ നമ്മുടെ സെക്രട്ടറിയും ട്രഷററൊക്കെ മുഖാന്തരം ചർച്ച ചെയ്തിട്ട് അവരുടെ കൂടെ സമ്മതത്തോടു കൂടി ഞാൻ ഡേറ്റും സമയമൊക്കെ അറിയിക്കുന്നതാണ്. എങ്കിലും ഞാൻ മുൻകൂട്ടി എല്ലാവരെയും ഞാനൊന്ന് അറിയിക്കുകയാണ്. എല്ലാവരും എൻ്റെ വീട്ടിൽ എത്തിച്ചേരണം. മെയ് 25 ശേഷമുള്ളൊരു ദിവസമായിരിക്കും അത്. ഫൈനൽ ഡേറ്റ് ഈ അവരുമായിട്ടൊക്കെ ഒന്ന് ചർച്ച ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. അതുകൊണ്ട് എൻ്റെ ഒരു ക്ഷണമായിട്ട് കരുതണം. 25 ശേഷം ഒരു ദിവസം നിങ്ങളെല്ലാവരും ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് വീട്ടിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഓർമ്മയിലുണ്ടാകണം. ഒരു ഗ്രൂപ്പിലൂടെ ഞാൻ മറ്റു കാര്യങ്ങൾ അറിയിക്കാം. വേറെ എനിക്ക് ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങളെ പറ്റി ഇപ്പോൾ ജയകുമാർ സാർ പറഞ്ഞിരുന്നു, ഈറ്റഞ്ഞി ലാബിൻ്റെ കാര്യങ്ങൾ. ഈറ്റഞ്ഞി ലാബിൽ എന്നാൽ കഴിയുന്ന ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പം അന്നുണ്ടായിരുന്നവരൊക്കെ മാറി അത് പ്രവർത്തന യോഗ്യമാക്കി എന്നുള്ളതാണ്. വന്നപ്പോൾ അതിൻ്റെ എഞ്ചിനൊക്കെ ഒന്നും ഉറപ്പിച്ചിട്ട് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ മൗണ്ടിങ് ഒക്കെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അന്നുണ്ടായിരുന്ന ഷാഹുൽ സാർ, അങ്ങനെ കുറേ പേരുണ്ട്, ഫെലിക്സ് സാർ, അങ്ങനെ കുറേ ഞങ്ങളെല്ലാവരും കൂടി, അങ്ങ് നിതിൻ റോയ് സാറ്, എല്ലാവരും കൂടി ഞങ്ങളത് കുറച്ച് ദിവസത്തെ വർക്കുകൾ ചെയ്താണ് അത് എല്ലാ എഞ്ചിനുകളെല്ലാം അവിടെ മൗണ്ടിങ് നടത്തുവാനായിട്ട് സാധിച്ചത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും ഒന്നിനൊന്ന് വളരെയേറെ പെർഫോമൻസിൽ മുൻപന്തി നിൽക്കുക എല്ലാവരും. ഇപ്പോൾ പ്രിൻസിപ്പാളായിരുന്ന ജയകുമാർ സാർ എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ജോലി ചെയ്യുന്നു. അതുപോലെ മറ്റ് അനിലാൻ സാറ്, മറ്റ് ഇവിടെയുള്ള സഹപ്രവർത്തകരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഞാൻ അപ്പോൾ വന്നത് കായംകുളത്താണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ എന്ന് തോന്നുന്നു. അപ്പോൾ യാദൃച്ഛികമായിട്ട് ഞാനും അതിലേക്ക് ഇഴുകി ചേരുകയാണ് ഉണ്ടായത്. അങ്ങനെ ഓരോ പ്രവൃത്തികളൊക്കെ ഇവിടെ ചെയ്തു, പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ. അല്ലാതെ ആമാനുഷികമായ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതിനിയും നമ്മുടെ കോളേജിന് വേണ്ടി എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഇനിയും എന്നാൽ പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. വേറെ നിങ്ങൾ നൽകിയ ഈ ഒരു സ്നേഹ വിരുന്നിന് പെയ്തൊഴിയാതെ 2024 എൻ്റെ ടൈറ്റിൽ സോങ് തൊട്ട് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. നല്ല വരികൾ, നല്ല സംഗീതം, നല്ല ആലാപനം, അതൊക്കെ വളരെയേറെ ആകർഷിക്കുന്ന ഒരു ഗാനമായിരുന്നു അത്. നമുക്ക് ഒറ്റ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ആ പാട്ടിനോടൊരു പ്രേമം തോന്നുന്ന ഒരു ഗാനം. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ആ പാട്ട്. അതിൻ്റെ രചന നിർവഹിച്ച ശ്രീ ജിതേഷ് സാറിന് ഞാൻ അദ്ദേഹത്തോട് നേരത്തെ അദ്ദേഹത്തെ അഭിനന്ദനം അറിയിച്ചു. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, എൻ്റെ സിംഗർ ഒക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു. ഇതൊക്കെ എത്ര ദിവസത്തെ പ്ലാനിങ് ആണെന്ന്, ഞാൻ ഇന്നാണ് അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് ഇങ്ങനെയൊക്കെ അറിയുന്നതൊക്കെ. എത്ര ദിവസത്തെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് അവർ ഹോംവർക്ക് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്താലും ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാനൊക്കെ സാധിച്ചതെന്ന് ഓർക്കുമ്പോൾ അവരോടുള്ള സ്നേഹവും നമുക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്രയേറെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുക, അതിനൊരു തിരിച്ചെന്ത് ചെയ്യാൻ അല്ലെ ഏത് രീതിയിൽ അതിന് പ്രതികരിക്കണമെന്ന് അറിയുന്നില്ല. സ്നേഹം കൊണ്ടുള്ള പ്രതികരണം വാക്കുകളിലൂടെ അവരോടൊക്കെ ഓരോരുത്തരോടും നന്ദി അറിയിക്കുന്നു. ജിതേഷ് സാർ മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരുപാട് വ്യക്തികളുണ്ട്. നൗഷാദ് സാർ, അതിൻ്റെ സെക്രട്ടറി, അതുപോലെ പ്രിൻസിപ്പൽ ശ്രീമതി ദീപ ടീച്ചർ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഇവിടുത്തെ എല്ലാ ജീവനക്കാരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയേറെ മനോഹരമായ ഒരു ദിവസം, എന്നും ഓർക്കുവാൻ പറ്റുന്ന ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ച ചേർത്തല പോളിടെക്നിക്കിൻ്റെ ഓരോ സ്റ്റാഫ് അംഗങ്ങളോടും അതിന് നേതൃത്വം വഹിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളോടും എൻ്റെ പ്രിയ സഹപ്രവർത്തകരോടും സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വർഷങ്ങളിലുമൊക്കെ ഇതിനേക്കാൾ മികച്ച രീതിയിൽ നമ്മുടെ സർവീസ് ജീവിതത്തിലെ റിട്ടയർമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഒഴിവാക്കാനാവാത്ത ഒരു സാഹചര്യമാണ്. അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ബാബു സാർ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ കോളേജ് ഇവിടെ ഉണ്ടാവും, ജീവനക്കാർ വരും പോവും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു സ്നേഹവും ആ ഒരു ബന്ധങ്ങളും റിലേഷൻഷിപ്പൊക്കെ നഷ്ടപ്പെടുത്താതെ നല്ല രീതിയിൽ നമ്മുടെ ഇവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രവർത്തിക്കണമെന്നുള്ള ഒരു ചെറിയ റിക്വസ്റ്റ് കൂടെ നടത്തുകയാണ്. അതിനുവേണ്ടി മുൻപന്തി നിൽക്കുന്ന ശ്രീമതി ദീപ ടീച്ചറിന്, ഇവരുടെ എല്ലാ ടീച്ചറിന് ആവശ്യമായ സംഭവം എല്ലാവരും നൽകണം. നമ്മളിലേക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ 100 വീട്ടിൽ നിന്നും വരുന്ന 100 കൂടുതലാണ്. നമുക്ക് ഈ കോളേജിൻ്റെ ഇന്നുവരെ ഇനിയും ഓരോ ദിവസങ്ങളും നമുക്ക് ഈ കോളേജിനെ മുന്നിലേക്ക് കൊണ്ടുപോകാം, ഉയർത്തി നല്ലൊരു രീതിയിൽ ആലപ്പുഴയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ 4 നമ്പർ പോളിയായിട്ട് തന്നെ നമുക്ക് മാറ്റി നമുക്ക് ഈ വാതിക്കിലൂടെയൊക്കെ ഇങ്ങനെയൊക്കെ എന്തായാലും ഒക്കെ ഒരാഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഒക്കെ ചിലപ്പോൾ വാതിക്കിലൂടെയൊക്കെ ഇങ്ങനെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോഴെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുവാനും
നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ അതിൻ്റെ ഒരു ഓർമ്മകൾ ഇങ്ങനെ ഒന്ന് അയവർക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. അതിനുതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് നൽകിയ ഞങ്ങൾക്ക് 9 പേർക്കുണ്ട്, പ്ലസ് 2 സന്തോഷ് സാർ ഇവിടെ ഇരിപ്പുണ്ട്. സന്തോഷ് സാറ് അപ്പോൾ ഇവിടുത്തെ ഇപ്പം നിലവിൽ സാർ ഇവിടെ അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ 9 പേർക്കും നൽകിയ ഈ സ്നേഹ വായ്പിനായി, ഈ സ്നേഹം കൊണ്ട് നൽകിയ നിങ്ങളുടെ ഈ വിരുന്നിന് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും.